വളരെ ഗുരുതരമായിട്ടുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു വന്നത്. കേരളത്തിൽ ഇത് സുഡാപ്പികൾ ആഘോഷിക്കുകയാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഇവരുടെയൊക്കെ മനസ്സിലെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പദ്ധതി ഇട്ടതാകട്ടെ 3 പേരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീഹാറിലാണ് ഈ സംഭവം നടക്കുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് 3 പേർ പിടിയിലായത്. ഇവരുടെ നേതാവായിട്ടുള്ള അമൻ തിവാരി മോദിയെ വധിക്കാമെന്നും ഇതിന് വലിയൊരു തുക പ്രതിഫലമായി നൽകണമെന്നും ആവശ്യപ്പെട്ടു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള CIA ഒരു ഇമെയിൽ അയച്ചതാണ് അറസ്റ്റിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ സുഡാപ്പികൾ പറയുന്നത് ഒരു മുസ്ലിം അല്ലല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലണമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യക്ക് പാര പണിയുന്നതെല്ലാം തന്നെ, ഈ പാകിസ്ഥാന്റെ അച്ചാരം വാങ്ങിച്ച് പാര പണിയുന്നതെല്ലാം തന്നെ ഹിന്ദു നാമധാരികളാണ്, ഏറെക്കുറയും ഹിന്ദു നാമധാരികളാണ് എന്ന് അജിത് ഡോവൽ പോലും പറഞ്ഞ കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഹിന്ദുക്കളാണ് കൂടുതൽ. ഹിന്ദുക്കൾക്കിടയിൽ പല കാര്യങ്ങളും നടത്തണമെങ്കിൽ ഹിന്ദു യുവാക്കൾക്ക് സ്വല്പം എന്തെങ്കിലും കൊടുത്താൽ മതി, അവരത് ചെയ്തുകൊള്ളുമെന്ന് കൃത്യമായി പാകിസ്ഥാൻ അറിയാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? പാകിസ്ഥാനിൽ കൂടുതൽ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ എന്തെങ്കിലും രഹസ്യങ്ങൾ വേണമെങ്കിൽ അവർക്കിടയിലേക്ക് ഒരു മുസ്ലിം നാമധാരിയെ പറഞ്ഞു വിട്ടാൽ മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്രയുള്ള എൻ്റെ ലോജിക് എന്ന് പറയുന്നത്. എന്തായാലും ബീഹാറിലെ ബക്സർ ജില്ലയിൽ നിന്നാണ് അമൻ എന്ന് പറയുന്ന വ്യക്തി പിടിയിലായത്. പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. അമന്റെ ഇമെയിലിനെ കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗം വിവരം നൽകിയതായി ബക്സർ SP ശുഭം ആര്യ പറഞ്ഞു. മോദിയെ വധിക്കാൻ 22 ദിവസത്തെ സമയപരിധിയാണ് അമൻ CAയോട് ആവശ്യപ്പെട്ടത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റ് 2 പേർ കൂടി പിടിയിലായത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. നേരത്തെ കൊൽക്കത്ത വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയതിനും അമൻ അറസ്റ്റിലായിട്ടുണ്ട്. അന്ന് അമന് പ്രായപൂർത്തിയായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.